വയനാട് ചുരം കയറാൻ പോവാണ്. മുള്ളംകൊല്ലി സെന്റ് മേരീസ് ഫറോന പള്ളിയിൽ ഒരുക്കിയ പുൽക്കൂടിനെ പറ്റിയാണ് പറയുന്നത്. അത് വയനാട് സ്വപ്നം കാണുന്ന പലതും അതിൽ കാണാം. വയനാട് നേരിടുന്ന പ്രശ്നങ്ങൾ അതിൽ കാണാം. ആ പുൽക്കൂടിനടുത്ത് നിന്നും സുർജിത്ത് അയ്യപ്പത്തി ഏരിയയാണ്. സുർജിത്ത്, അപ്പോൾ എല്ലാം ചെറിയതായി വയനാടിന്റെ ആശങ്കകൾ, വയനാടിന്റെ പ്രതീക്ഷകളൊക്കെ ചേർത്ത് വെച്ചൊരു പുൽക്കൂടാന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും ഹാഷ്മി, SKN വിജയകുമാർ, ഞാൻ നിൽക്കുന്നത് കർണാടകയുടെ അതിർത്തി ഗ്രാമമായ മുള്ളംകൊല്ലിയിലാണ്. മുള്ളംകൊല്ലിയിൽ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ അവിടെ ഒരുക്കിയ പുൽക്കൂടാണ്. അത് വയനാടിൻ്റെ പല പ്രതീക്ഷകളും നമുക്ക് കാണാൻ കഴിയും. കള്ളാടി ആനക്കാമ്പോയിൽ തുരങ്കപാത കാണാം. അതോടൊപ്പം തന്നെ എയർ സ്ട്രിപ്പ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്, അത് കാണാം. ഒപ്പം നഞ്ചങ്കോട് റെയിൽപാത കാണാം, വന്യമൃഗശല്യം കാണാം. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കാണാം. ഒപ്പം തന്നെ ഒരു ഹൃദയത്തിൽ ഇങ്ങനെ പുൽക്കൂടും ഒരുക്കി വെച്ചിട്ടുണ്ട്, മനോഹരമായ പുൽക്കൂടും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണിത്, പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണിത്. വികാരിയായിട്ടുള്ള ഫാദർ ജോർജ് ആലൂക്ക ചേരുകയാണ്. ഫാദർ, എങ്ങനെയാണ് ഇങ്ങനൊരു തീമിലേക്ക് വരാൻ കാരണം? അതെ, ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ യേശു വന്ന് പിറക്കുന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ എല്ലാ ജനങ്ങൾക്കും കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഹൃദയത്തിൻ്റെ ഒരു ചിത്രത്തിൽ യേശുവിൻ്റെ പുൽക്കൂട് നിർമ്മിച്ചത്. ഒപ്പം തന്നെ വയനാട് ജനതയുടെ നീണ്ട നാളത്തെ സ്വപ്നങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വയനാടിൻ്റെ യാത്രാ സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു നാടാണ്. അതിനുവേണ്ടി ഒരു തുരങ്കപ്പാത ഇവിടുത്തെ മനുഷ്യരുടെ വലിയൊരു ആഗ്രഹമാണ്, അത് ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ പുൽപ്പള്ളിയും കർണാടകയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം, ബൈരക്കുപ്പ പാലം വർഷങ്ങളായിട്ട് ജനങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അതും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റെയിൽവേ പാത നമ്മൾ ആഗ്രഹിക്കുന്നു, നഞ്ചൻകോട് വയനാടിനെ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ പാത വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, അത് ചിത്രീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കാലം മാറുന്നതനുസരിച്ച് ഒരു എയർപോർട്ടും വയനാടിന് സ്വന്തമാക്കുന്ന ഒരു ആഗ്രഹം കൂടി ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒപ്പം വയനാടിൻ്റെ വലിയൊരു പ്രശ്നം കൂടി ഞങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടെ വന്യമൃഗശല്യമാണ്, പുലിയൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു ചിത്രണം കൂടി അതിലൊരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനുഷ്യർക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ക്രിസ്മസ് ആകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും SKN, അത് തന്നെയാണ് ഇവിടുത്തെ ഒരു വൈവിധ്യം എന്ന് പറയുന്ന ഒരു കാഴ്ച, അത് തന്നെയാണ് പുൽക്കൂട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും 2-3 ദിവസം ജോലി ചെയ്താണ് ഇത്തരത്തിലൊരു പുൽക്കൂട്, മനോഹരമായ പുൽക്കൂട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത് ഈ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ തന്നെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഇവരൊക്കെ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച ആളുകളെ നമുക്കൊന്ന് കാണിക്കാം, അതിനുശേഷം ഇത് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഞാൻ ഒരു അതിർത്തി ഗ്രാമത്തിലാണ്. ഈ കബനി പുഴയുടെ കുറുകെയുള്ള ബൈരക്കുപ്പ പാലം വരെ അത് ഈ നാടിന്റെ ഉൾപ്പെടെ ആവശ്യമാണ്. ആ ആവശ്യം കൂടി പ്രതിഫലിക്കുന്ന വിധത്തിലാണ് ഇത്തരത്തിൽ ഒരു പുൽക്കൂട് ഇവിടെ സജ്ജീകരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളൊക്കെ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.